പുതിയ വീടുകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് അവസാനിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. കിഴക്കമ്പലം പഞ്ചായത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട്, ഒരു വില്ല പ്രൊജക്റ്റിൽ വരുന്ന വീടാണിത്. 3 സെന്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചാൽ 3 ബെഡ്റൂം വീട്. ഈ വീട് ഈ കാണുന്നതാണ്. ട്രഡീഷണൽ ഡിസൈനും കണ്ടംപററി ഡിസൈനും ചേർന്ന് ഒരുക്കിയ ഒരു വീടാണിത്. നമുക്ക് ഒരു ഭാഗത്ത് നോക്കിയാൽ അദ്ദേഹം ഒരു ഭാഗത്ത് ടൈപ്പ് സ്ട്രക്ചർ വരുന്നുണ്ട്, അതിന് താഴെയായിട്ട് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. സെൻട്രൽ ഭാഗത്ത് നമുക്ക് സ്ക്വയർ ടൈപ്പിലുള്ള ടെക്സ്ചർ വർക്കുകൾ, സിമെൻറ്റ് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ബാൽക്കണിയാണ് വരുന്നത്. MS ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയ. ഇതാണ് റോഡ് 5 മീറ്റർ വിടുത്താണ് റോഡിന് നൽകിയിരിക്കുന്നത്. ഒരേപോലെയല്ല, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള 4 വീടുകളാണ് ഇവിടെ ഉള്ളത്. ഈ വീട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 4 വീടുകളും ഇപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിക്കുന്നത് ഈ വീടാണ്. അപ്പോൾ വീടിൻ്റെ മതിലിൽ നിന്ന് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് മതിൽ വരുന്നത്. ഒരു മനോഹരമായിട്ടുള്ള ഡിസൈൻ നൽകിയിരിക്കുന്നു. താഴെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, 4x LED ലൈറ്റും അവിടെ വരുന്നുണ്ട്. ഗേറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗേറ്റ്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് മുറ്റത്ത് നൽകിയിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഇത് ടെക്സ്ചർ വർക്ക് ചെയ്ത ഒരു പില്ലർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള 2 പില്ലറുകൾ വരാവുന്ന രീതിയിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്കിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 വീലറുകളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് സൈഡിലും അത്യാവശ്യം കുറച്ച് സ്പേസ് ലഭ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറാണ് ഗ്രാനൈറ്റിന് വരുന്നത്. ഇവിടെ ഒരു ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഏരിയയിലേക്ക് വരുമ്പോൾ ഇതാണ് മെയിൻ ഡോർ. ഇവിടെ ഒരു 2 പാളി ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒറ്റപ്പാളിയിലാണ് മെയിൻ ഡോർ വരുന്നത്. അത് മഹാഗണി വുഡാണ്. കയറി വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും തിരിക്കുന്നത് ഈ പാർട്ടീഷൻ വാളാണ്. അവിടെ തന്നെയാണ് TV യൂണിറ്റ് ഒരുക്കുന്നത്. ക്ലോസി ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കൂടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ട ജനൽ ഇതാണ്. അതിൻ്റെ ഔട്ട്ലൈനായിട്ട് മൾട്ടിവുഡിൻ്റെ ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഈ ലിവിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അതിനടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് ഏരിയ നോക്കാം. ഡൈനിങ് ഏരിയ തിരിക്കുന്നത് ഈ ആർക്കി ഡ്രൈവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് ഡൈനിങ് ഏരിയ. വലിയ ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഗ്ലോസി ആയിട്ടുള്ള ഫ്ലോർ ടൈല് കൊടുത്തിട്ടുണ്ട്. 2 ജനൽ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെയും ഒരു ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷനാണ് വരുന്നത്. ഹാവൽസിൻ്റെതാണ് സ്വിച്ചിങ്. ഇതെല്ലാം ELCB എല്ലാം V-ഗാർഡിൻ്റെയും കൊടുത്തിരിക്കും. മുകളിൽ ഫോൾ സീലിംഗ് ആണ്. വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഒരു ഒതുങ്ങിയ ഏരിയയിലാണ് വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ ഇതാണ് വാഷ് ബേസിൻ. ഇവിടെ ലോഗോസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് മിറർ വരുന്നു. മൾട്ടിവുഡിലാണ് ആ ഭാഗം ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ആർക്കി ഡ്രൈവ് L ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ചെറിയൊരു നമുക്കൊരു ക്രോക്കറി ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് പ്ലേറ്റ് മനോഹരമായത് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് കിച്ചൺ. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റാണ്. അത് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട അതേ ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 പാളി കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ഒരു ഹോബ് കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയും ധാരാളം കബോർഡുകൾ കാണാം. ഇവിടെയാണ് നമുക്ക് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. പുറത്ത് ഒരു ചെറിയ വർക്ക് ഏരിയക്കുള്ള സ്പേസ് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ആ വർക്ക് ഏരിയക്കുള്ള സ്പേസ്. ഇത് നമുക്ക് വർക്ക് ഏരിയ ചെയ്ത് എടുക്കാവുന്നതാണ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം ഏകദേശം 10 കിലോമീറ്ററാണ് വരുന്നത്. ചാർട്ടർ സ്കൂളിലേക്ക് ഒരു 1.5 കിലോമീറ്റർ അകലമുണ്ട്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം. മെയിൻ റൂട്ടിലേക്ക് ഏകദേശം ഒരു 500 മീറ്റർ മാത്രമാണ് അകലം വരുന്നത്. ഇത്
ഒരു ജനലാണ്. ഈ ഭാഗത്ത് ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ്. ഒരുപാട് സ്പേസുള്ള വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി വരുന്നുണ്ട്. മുകളിൽ ഫോൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ബാത്റൂം. ഇതാണ് ബാത്റൂം. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റും ഒരു ഐവറി കളറും വരുന്ന വാൾ ടൈൽ വരുന്നുണ്ട്. അവസാന ഭാഗത്ത് ക്ലോസറ്റ് സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സും ഫിറ്റിങ്സുകളെല്ലാം വരുന്നത്. ഇവിടെ നമുക്ക് ഒരു വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, മുകളിൽ എക്സോസ്റ്റ് ഫാനും വരുന്നുണ്ട്. ഇവിടെ വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിൽ ഇത്രയൊക്കെയാണുള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പ് വരുന്നത് ഇവിടെയാണ്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാർ പോർച്ചിൻ്റെ പുറകുവശമാണ്. അവിടെ ഒരു പർഗോള ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത് സ്റ്റീലും വുഡും ഉപയോഗിച്ചിട്ടാണ്. കയർ വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലാണ്. അപ്പർ ലിവിങ് ഏരിയ ഒരു ബെഡ്റൂമിൻ്റെ അത്ര സ്പേസുള്ള അപ്പർ ലിവിങ് ഏരിയയാണ്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്കൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. ഇവിടെ ഒരു ലെഡ്ജ് കൊടുത്തിരിക്കുന്നു. കുറച്ച് ക്യൂരിയോസ് ഒക്കെ വയ്ക്കാവുന്ന സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഫോൾ സീറ്റിംഗ് വർക്ക്. 2 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഏരിയയിലുമാണ് മുകളിലത്തെ നിലയിലുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ എക്സാക്ട് മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം. അതുകൊണ്ട് തന്നെ അതേ വലിപ്പം തന്നെ അതേ ഡിസൈനും തന്നെയാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബാത്റൂമും സെയിം സ്ഥലത്ത് തന്നെയാണ്. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ 2x2 ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റ്, സെൻറ്റ് ബാത്ത്, ഷവർ, കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ. അപ്പോൾ ഇനി 3ാമത്തെ ബെഡ്റൂമാണ്. അത് വരുന്നത് ഈ ഭാഗത്തായിട്ട്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിലില്ല. ഒരു ജനൽ ഇവിടെ വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വേറൊരു ഡിസൈൻ വർക്കിൽ ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് ഇതാണ്. 2 പാളികളുള്ള വാർഡ്രോബാണ്. ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്. അപ്പോൾ ഒരു ഡ്രസ്സിങ് ഏരിയ, ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ഡ്രസ്സിങ് സ്പേസ്. ഒരു ചെറിയൊരു ഡ്രോവർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു മിററും വരുന്നുണ്ട്. ഇവിടെ ബാത്റൂമാണ്. PVC ഡോറാണ് ബാത്റൂമിന് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്ര സ്പേസ് ഇല്ല. ചെറിയൊരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ്, സെൻറ്റ് ബാത്ത്, ഷവർ, കയർ വരുമ്പോൾ തന്നെ ബേസ്. ഇനി യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. അത് ഇവിടെയാണ് വരുന്നത്. യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള ടെറസിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ അവിടെ നിന്നാണ് വരുന്നത്. വാഷിംഗ് മെഷീൻ വച്ചിരിക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ ടാപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫ്ലോറിൽ വിരിച്ചിരിക്കുന്ന നല്ല ഗ്രിപ്പുള്ള വുഡൻ ടൈലുകളാണ്. ഇനി ബാൽക്കണി ഉണ്ട്. ഇതാണ് ബാൽക്കണി. ബാൽക്കണി അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ബാൽക്കണി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പർഗോള, ഇവിടെ MS-ൻ്റെ ഹാൻഡ് റെയിൽ, പാരപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പും സ്ക്വയർ ടൈപ്പും ഒക്കെ ആയിട്ട് അത് നൽകിയിരിക്കുന്നു. ഒരു പില്ലറും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 3 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് വരുന്നത്. 1650 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ള വീട്. ഏകദേശം 10-15ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇനി ഇവിടെ ആകെ 4 വീടുകൾ മാത്രമാണ് സെയിലിനായിട്ടുള്ളത്. ഒരു വീട് 83 ലക്ഷം രൂപയുടേതാണ്. 2 വീടുകൾ 57 ലക്ഷം രൂപയുടെ അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വില 59 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം. പല വീടുകളും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതെല്ലാം തത്സമയം ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ സ്ഥലം അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വീട് നിർമ്മിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീടും നിർമ്മിച്ച് നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു.